കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ സർഫസുകളും സർഫസ് ഏരിയയും സർഫസ് ഇൻറ്റഗ്രൽസും കണ്ടുപിടിക്കുന്ന പഠിച്ചായിരുന്നു. അതായത് സർഫസിന്റെ ഫോർമുല ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് തരുവാണെങ്കിൽ അപ്പോൾ അതിന്റെ സർഫസ് ഏരിയയുടെ ഫോർമുല അപ്പോൾ നമ്മൾ ഡി എസ് ഇതിന്റെ ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അത്? നമ്മൾ ആദ്യം ആ സർഫസിനെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് എന്തെങ്കിലും പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് അവിടുത്തെ ലിമിറ്റ്സ് ഇവിടെ കൊടുക്കും. എന്നിട്ട് മോഡുലസ് ഓഫ് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി ഡി എന്ന് എഴുതും. അത് ആ റീജിയൻ ലിമിറ്റ്സ് ആയിരിക്കും കൊടുക്കുക. പിന്നെ ഇത് വെച്ചോണ്ട് നമ്മൾ വേറെയും പിന്നെ സർഫസ് ഇൻറ്റഗ്രൽസ് ഒക്കെ ഡിഫൈൻ ചെയ്തു, അതുപോലെ ഫ്ലക്സ് ഒക്കെ ഡിഫൈൻ ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്തു. ഓക്കെ. ചില കേസിൽ സർഫസുകളുടെ ഡയറക്റ്റ് ഇക്വേഷൻ തരാതെ ചിലപ്പോൾ നിങ്ങൾക്ക് പാരാമെട്രിക് ഫോമിലേക്ക് തരിക, അല്ലെങ്കിൽ ചില കേസിൽ പാരാമെട്രിക് ഫോം നമ്മൾ കൺവേർട്ട് ചെയ്തായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. എന്താണ് ഈ പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ? നമ്മൾ കർവ്സ് ഒക്കെ പഠിച്ച സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സർക്കിൾ, യൂണിറ്റ് സർക്കിൾ. ഇപ്പോൾ യൂണിറ്റ് സർക്കിളിൽ വേറെ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ, അത് പാരാമെട്രിക് ഫോം കോസ് തീറ്റ ഐ വൈ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. സോ ആ സർക്കിൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഒരു വെക്ടർ ഫോമിൽ എഴുതാം. ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കോസ് തീറ്റ ഐ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ജെ വെയർ 0 ലെസ് ആർ ഈക്വൽ ടു തീറ്റ ലെസ് ആർ ഈക്വൽ ടു 2π. സോ ബേസിക്കലി ഈ സർക്കിളിൽ ഞാൻ ഒറ്റ പാരാമീറ്റർ തീറ്റയുടെ ടേംസിൽ എഴുതുന്നതിനാണ് പാരാമട്രൈസ്ഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ സർഫസ് ഇപ്പോൾ കർവുകളാണെങ്കിൽ നമുക്ക് ഒരു ഒറ്റ പാരാമീറ്റർ മതി. സർഫസുകളാകുമ്പോൾ എന്താ സംഭവിച്ചത്? രണ്ട് പാരാമീറ്റേഴ്സ് വേണ്ടി വരും, അത്രേ ഉള്ളൂ. സോ സർഫസുകളുടെ ഇക്വേഷൻ എഴുതുമ്പോൾ ഈ ആർന്ന് എഴുതുമ്പോൾ ബേസിക്കലി വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് പാരാമീറ്റേഴ്സ് യു വി ഉണ്ടാവും. സോ എക്സ് എന്ന് പറഞ്ഞാൽ യു വി ഐ പ്ലസ് അടുത്തത് വൈ എന്ന് പറഞ്ഞാൽ യുയിലും വിയിലും തന്നെ ആയിരിക്കും ജെ പ്ലസ് ഇസഡ് ഇൻറ്റു യു വി ഇൻറ്റു കെ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ തരിക. സോ ഇങ്ങനെ വരുമ്പോൾ രണ്ട് പാരാമീറ്റർ, എക്സിൻ്റെ അവിടെ രണ്ട് സാധനം ഉണ്ടാവും, വൈയുടെ അവിടെ രണ്ട് സാധനം ഉണ്ടാവും, ഇസഡ് വരുമ്പോൾ രണ്ട് സാധനം ഉണ്ടാവും. സോ ഇതിനെ പറയുന്ന പേരാണ് പാരാമെട്രിക് ഫോം. സോ ഇങ്ങനെയുള്ള സർഫസുകളെ പറയുന്ന പേരാണ് പാരാമെട്രൈസ്ഡ് സർഫസ്. സോ അങ്ങനത്തെ സർഫസുകൾ വരുമ്പോൾ എങ്ങനെ നിങ്ങൾ ഡി എസ് എഴുതും? അതാണ് ഈ സെക്ഷനിൽ എഴുതാൻ പോകുന്നത്. ഓക്കെ. അതുപോലെ ഒരു എഫ് ഡി എസ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? അതുപോലെ ഫ്ലക്സ് ആണെങ്കിൽ ഫ്ലക്സിൻ്റെ ഫോർമുല എഫ് ഡോട്ട് എൻ ഡി സിഗ്മ, ആ സാധനം അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ സെക്ഷൻ പഠിച്ചത്. ഈ പാരാമട്രിക് ഫോമിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ് ഈ സെക്ഷനകത്ത്. ഓക്കെ. സോ ആദ്യം നമുക്ക് രണ്ട് മൂന്ന് പാരാമട്രൈസ്ഡ് ഫോംസ് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു കോൺ തന്നിരിക്കുന്നത് ആയിരിക്കും. ഒരു കോണിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കോണിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മേ ബി ഇസഡ്, അങ്ങനെ കൊടുക്കാം. ഓക്കെ. സോ ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്? ഇതെന്ന് പറഞ്ഞൊരു കോണിൻ്റെ ഇക്വേഷൻ. അതായത് കോൺ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കോണിൻ്റെ ഷേപ്പ് എന്ത് വരും? കോണിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതാണ് ഒരു കോണിൻ്റെ ഷേപ്പ്, നല്ല റഫായിട്ട് പറയുകയാണെങ്കിൽ. സോ ബേസിക്കലി ഇവിടെ എക്സ് ഇസഡിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ബേസിക്കലി ഇസഡ് 0 ആണ് ബേസിക്കലി. സോ ബേസിക്കലി ഇസഡ് എക്സ് വൈ പ്ലെയിനിൽ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് ആയിരിക്കും, ഒറിജിൻ ആയിരിക്കും. പിന്നെ ആ സർക്കിൾ വലുതായി ഇസഡും വലുതാവുന്നതനുസരിച്ച് സർക്കിളും വലുതായിക്കൊണ്ടിരിക്കും. ഓക്കെ. സോ കുറേ സർക്കിൾസ് ഇങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചിരിക്കുന്നതാണ് കോൺ എന്ന് പറയുന്നത്. സിലിണ്ടർ ആണെങ്കിൽ പക്ഷേ സിലിണ്ടർ ആകുമ്പോൾ ബേസിക്കലി സർക്കിൾസിൻ്റെ എല്ലാം തന്നെ സെയിം റേഡിയസ് മാറുമല്ലോ. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഫിക്സഡ് റേഡിയസ് ആയിരിക്കും. ആർ സ്ക്വയർ ഫോർ എക്സാമ്പിൾ ഒരു വേണമെങ്കിൽ 1 കൊടുക്കാം, ഫിക്സഡ് റേഡിയസ് ആയിരിക്കും. ഉള്ള തിങ്സ് ഇസഡ് മാത്രമേ വേരി ഉണ്ടാവുള്ളൂ. ഓക്കെ. സോ കോൺ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കും? ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇസഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇസഡിനെ ഞാൻ ഇസഡ് വേരിയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇതിന് ഇസഡ് കോസ് തീറ്റ എന്ന് എഴുതാം. വൈ എന്ന് പറഞ്ഞാൽ ഇസഡ് സൈൻ തീറ്റ എന്ന് എഴുതാം. ആൻഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇസഡ് 0 ആവുന്നിടത്ത് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, വൈ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇസഡ് 1 ആവുന്നിടത്ത് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ, വൈ ഈക്വൽ സൈൻ തീറ്റ ആയിരിക്കും. ഇസഡ് 2 ആവുന്നിടത്ത് എക്സ് 2 കോസ് തീറ്റ ആയിരിക്കും, വൈ 2 സൈൻ തീറ്റ ആയിരിക്കും. ഇസഡിൻ്റെ വാല്യൂ 2 ആയിരിക്കും. സോ ഇവിടുത്തെ പാരാമീറ്റേഴ്സ് അങ്ങനെ നമുക്ക് നോക്കിയാൽ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഏതൊക്കെയാണ്? ഇസഡും തീറ്റയും. ഓക്കെ. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇപ്പം ഇസഡ് കോസ്, ഇപ്പോൾ ഇത് ഇസഡ് എന്ന് ഉപയോഗിക്കുന്നത് കംഫർട്ടബിൾ അല്ലെങ്കിൽ വേണമെങ്കിൽ ആർ എന്ന് ആക്കിയോ, ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ, ഇസഡിനെ ആർ എന്ന് വിളിച്ചോ, പ്രശ്നമില്ല, കംഫർട്ടബിൾ അല്ലെങ്കിൽ. സോ ഇനി ആർ കോസ് തീറ്റ ഐ പ്ലസ് ആർ സൈൻ തീറ്റ ജെ പ്ലസ് ആർ കെ എന്ന് എഴുതാം. വേർ യുവർ ആർ വേരീസ് ഫ്രം ഇസഡിൻ്റെ വേരിയേഷൻ കൊടുക്കുക. തീറ്റ എന്ന് പറഞ്ഞാൽ 0 to 2π. ഓക്കെ. എളുപ്പമല്ലേ? അതേസമയം സിലിണ്ടർ ആണെങ്കിലോ, സിലിണ്ടർ ആകുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താവും? അപ്പോൾ എന്താണ് സിലിണ്ടർ എങ്കിൽ ബേസിക്കലി എക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോസ് തീറ്റ ആവും, വൈ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആവും, ഇസഡ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. സോ ഇവിടുത്തെ വരുമ്പോൾ കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ പ്ലസ് ഇസഡ് കെ. ഓക്കെ. ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട് ഇവിടെ, തീറ്റയും ഇസഡും. ഓക്കെ. ഇനി അതല്ല, ഒരു സ്പിയർ ആണെന്ന് ചോദിക്കുക. ഒരു സ്പിയർ ഓഫ് റേഡിയസ് എ. ഓക്കെ. സോ സ്പിയർ വരുമ്പോൾ ഓർക്കാം, സ്പെറിക്കൽ കോർഡിനേറ്റ്സ് വെച്ച് നമ്മൾ സ്പിയറിലെ പോയിന്റ്സ് ഡിസ്ക്രൈബ് ചെയ്ത് ഓർമ്മയുണ്ടെങ്കിൽ അവിടെ എക്സ് എന്തായിരുന്നു? എക്സ് എന്ന് പറഞ്ഞാൽ റോ സൈൻ ഫൈ കോസ് തീറ്റ അല്ലേ? അതിൽ വൈ എന്ന് പറഞ്ഞാൽ റോ സൈൻ ഫൈ സൈൻ തീറ്റയും, ഇസഡ് എന്ന് പറഞ്ഞാൽ റോ കോസ് ഫൈ. ഓക്കെ. സോ ഇവിടെ ഫിക്സഡ് റേഡിയസ് ആകുമ്പോൾ എക്സ് ആയിട്ട് എന്തെടുത്താൽ മതി? എക്സ് ആയിട്ട് എ എടുക്കാം, വൈ ആയിട്ട് എ എടുക്കാം,
ഇതായിട്ട് എടുക്കാം. സോ ഇപ്പോൾ എ ഫിക്സ്ഡ് ആണ്, ഇപ്പോൾ രണ്ട് പാരാമീറ്റേഴ്സേ ഉള്ളൂ, ഒന്ന് നമ്മുടെ ഫൈയും ഒന്ന് നമ്മുടെ തീറ്റയും. സോ ദിസ് ഈസ് ഹൗ യു റൈറ്റ് എ സ്പിയർ. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. ഇനിയിപ്പം സിലിണ്ടറിൻ്റെ തന്നെ വേറൊരു പ്രോബ്ലം നോക്കുക. ചെക്ക് ദ പാരാമീറ്ററൈസേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. ഇങ്ങനത്തെ ഒരു സിലിണ്ടർ എടുക്കാമെന്ന്. സോ ബേസിക്കലി ഈ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിൾ തന്നെ നമ്മുടെ ഇസഡിലേക്ക് വേരി ചെയ്യുന്നു. വേറെ മേ ബി 0 ലെസ് ആർ ഈക്വൽ ടു ഇസഡ് ലെസ് ആർ ഈക്വൽ ടു 2 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇതിൻ്റെ പാരാമീറ്ററൈസേഷൻ എഴുതാനും എളുപ്പമാണ്. നമ്മൾ ആ സർക്കിളിൻ്റെ പാരാമീറ്ററൈസേഷൻ നോക്കുക. സർക്കിളിൻ്റെ പാരാമീറ്ററൈസേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റയാണ്. ഇവിടെ ആർ എത്രയെന്ന് എനിക്കറിയില്ല, ആർ ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, നമ്മുടെ സാധാരണ സാധാരണ നമ്മൾ എക്സ് വൈ പ്ലെയിനിലെ സർക്കിൾ എഴുതി കഴിഞ്ഞ് എക്സിൻ്റെ നമ്മൾ ആ സർക്കിളിൻ്റെ പാരാമീറ്ററൈസേഷൻ ആദ്യം എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മളിത് കൊണ്ടുവരാൻ പോകുന്നത്. സോ എക്സിനെ ആർ കോസ് തീറ്റ എന്ന് വിളിക്കുക, വൈനെ ആർ സൈൻ തീറ്റ എന്ന് വിളിക്കുക. അപ്പോൾ എന്തായിരിക്കും വരാൻ പോകുന്നത്? സോ ഇത് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലേ, പ്ലസ് ആർ സൈൻ തീറ്റ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. ഓക്കെ, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചെയ്യണം. കൊടുക്കുക ഭയങ്കര നമുക്ക് പ്രോബ്ലംസ് സെക്ഷനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചെയ്താൽ മാത്രമേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. എറേഴ്സ് വരാം. സോ 6r സൈൻ തീറ്റ പ്ലസ് 9 ഈസ് ഈക്വൽ ടു 9 വരും. 9 വെട്ടിപ്പോവും. ആർ സ്ക്വയർ സൈൻ 1 ആവും. സോ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 6r സൈൻ തീറ്റ വരും. ആർ ഈസ് ഈക്വൽ ടു 6 സൈൻ തീറ്റ. ഓക്കെ, സോ ഇതിൻ്റെ പാരാമീറ്ററൈസേഷൻ വരാൻ പോകുന്നത് ഇപ്പോൾ എന്തായിരിക്കും? ഈ ആറിൻ്റെ വാല്യൂ 6 സൈൻ തീറ്റ വരും. ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 6 സൈൻ തീറ്റ കോസ് തീറ്റ, വൈ എന്ന് പറഞ്ഞാൽ അഗെയിൻ 6 സൈൻ സ്ക്വയർ തീറ്റ, ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ്. സോ ദിസ് ഈസ് ദ പാരാമീറ്ററൈസേഷൻ ഓഫ് ദിസ് സിലിണ്ടർ. ഓക്കെ, സോ ഇങ്ങനെ പല രീതിയിൽ പാരാമീറ്ററൈസേഷൻസ് കണ്ടുപിടിക്കും. ചിലപ്പോൾ പ്രോബ്ലംസിൽ നിങ്ങൾക്ക് പാരാമീറ്ററൈസേഷൻ തന്നിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ സ്പിയറും കോണൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സോ പാരാമീറ്ററൈസ്ഡ് സർഫസുകളുടെ എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് സ്പിയർ, കോൺ. അപ്പോൾ ലിമിറ്റ്സ് എഴുതാൻ അറിയണം. സിലിണ്ടർ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തു. ഇനി എങ്ങനെയാണ് ഇങ്ങനെ പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സർഫസ് ഏരിയയുടെ ഫോർമുല എഴുതാൻ ആദ്യം പഠിക്കുന്നത്? ഡബിൾ ഇൻ്റഗ്രൽ സർഫസ് ഓഫ് ds കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ പാരാമീറ്ററൈസേഷനകത്ത് ഇപ്പോൾ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, യുവും വിയും. ഓക്കെ, സോ അതിന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ആർ യു ആ സാധനത്തിന് വിത്ത് റെസ്പെക്ട് യു ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് വി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കുക, ദെൻ ഡി യു ടി. ആൻഡ് ഇവിടെ കൊടുക്കാൻ പോകുന്ന ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെയും വിൻ്റെയും ലിമിറ്റ്സ് ആയിരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു കൺവേർട്ട് ഒരു ഡി എസിനെ സാധാരണ പാരാമീറ്ററൈസേഷൻ വരുമ്പം എങ്ങനെ ഒരു ഡബിൾ ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. എന്താ ചെയ്യേണ്ടത്? പാരാമീറ്ററൈസേഷൻ ചെയ്യുമ്പോൾ എന്തായാലും രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ സ്പിയറിൻ്റെ കേസിൽ നമുക്ക് ഉണ്ടായിരുന്ന പാരാമീറ്റേഴ്സ് ഫൈയും തീറ്റയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ആർ ഫൈ എടുക്കണം, ആർ തീറ്റ എടുക്കണം. അതായത് ആറിനെ വിത്ത് റെസ്പെക്ട് ഫൈവ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആറിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ് ഐ പ്ലസ് ഫൈവ് ജെ പ്ലസ് ഇസഡ് കെ എന്ന് യൂസ് ചെയ്യില്ല. അതിന് വിത്ത് റെസ്പെക്ട് ഫൈവ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അതിന് വിത്ത് റെസ്പെക്ട് തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം, എന്നിട്ട് അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ്. സോ ദിസ് വിൽ ബി ഡി ഫൈവ് ഡി തീറ്റ. ഇവിടെ ഫൈയുടെ ലിമിറ്റ്സ് കൊടുക്കുക, തീറ്റയുടെ ലിമിറ്റ്സ് കൊടുക്കുക. ഇപ്പോൾ സ്പിയർ ആയിരുന്നപ്പോൾ ഫൈയുടെ ലിമിറ്റ്സ് 0 to π ആയിരുന്നു, തീറ്റ ആയിരുന്നപ്പോൾ അവിടുത്തെ 0 to 2π ആണ്. സോ ഇവിടെ റെക്ടാംഗിൾ കോർഡിനേറ്റ്സ് പോലെ ലിമിറ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചിലപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും, മറ്റേതുപോലെ അത്ര ടഫ് ആയിരിക്കില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു കൺവേർട്ട് എ പാരാമീറ്ററൈസ് സർഫസ് ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ. അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എളുപ്പമാണല്ലോ. ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. എങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്? ഐ ജെ കെ, എന്നിട്ട് ആദ്യത്തിൻ്റെ ഉള്ള ഐയുടെ കമ്പോണൻറ്റ് എഴുതുക, ജെ കമ്പോണൻറ്റ് എഴുതുക, കെ കമ്പോണൻറ്റ് എഴുതുക, രണ്ടാമത്തിൻ്റെ ഐ ജെ കെ കമ്പോണൻറ്റ് എഴുതുക. കാണാം, ദിസ് ഇസ് ഹൗ യു റൈറ്റ് ദ ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, സോ അത് നമുക്കിവിടെ ചെയ്ത് നോക്കാം, ഒരു പ്രോബ്ലംസ് നോക്കാം. സോ ഇതാണ് ഫോർമുല. നോക്കിയേ, ഫോർമുല എളുപ്പമല്ലേ? ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. Find the surface area of the cone z is equal to root of x square plus y square 0 less or equal to z less or equal to 1. ഓക്കെ, സോ ആദ്യം നമ്മൾ പാരാമീറ്ററൈസ്ഡ് ഫോം എഴുതാൻ പോകണം. എന്താണ് കോണിൻ്റെ പാരാമീറ്ററൈസ്ഡ് ഫോം? z ഈസ് ഈക്വൽ ടു എന്ന് വരുമ്പം നമ്മൾ എക്സ് എങ്ങനെ എഴുതുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ, വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ. കുറച്ച് മുമ്പ് കാണിച്ചില്ലേ? ഇസഡിനെ വേണമെങ്കിൽ ആർ എന്ന് വിളിച്ചോ. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി വേർ യുവർ ആർ വേരീസ് ഫ്രോം 0 ലെസ് ആർ ഈക്വൽ ടു ആർ ലെസ് ആർ ഈക്വൽ ടു 1 ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ 0 ലെസ് ആർ ഈക്വൽ ടു തീറ്റ ലെസ് ആർ ഈക്വൽ ടു 2π. ഓക്കെ, സോ നിങ്ങളുടെ സർഫസ് ഏരിയ, അതായത് ഡബിളിൻ്റെ ഡി എസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ആക്ച്വലി ഇപ്പോൾ ഇവിടുത്തെ ആർ എന്ന് പറഞ്ഞാൽ, സോ നിങ്ങളുടെ ഇവിടുത്തെ അതായത് മറ്റേ ആർ വെട്ടോ, ഞാൻ വേണമെങ്കിൽ ക്യാപിറ്റൽ ആർ എഴുതാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താവും? ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ആർ കോസ് തീറ്റ ഐ പ്ലസ് ആർ സൈൻ തീറ്റ ജെ പ്ലസ് ആർ കെ ആണ്. സോ അതിനെ നമ്മൾ ആർ ക്രോസ് ആർ തീറ്റ രണ്ട് വേരിയബിളിലാണുള്ളത്. പിന്നെ ഡി ആർ ഡി തീറ്റ എഴുതണം. ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് ആറിൻ്റെയും തീറ്റയുടെയും ലിമിറ്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ആർ കാണാം. ആർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ആറിന് വിത്ത് റെസ്പെക്ട് ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് കോസ് തീറ്റ ഐ പ്ലസ്
സൈൻ തീറ്റ ജെ പ്ലസ് കെ. അതിനെ ആറിന് വിത്ത് റെസ്പെക്ട് തീറ്റ ചെയ്യുമ്പോഴോ വരാൻ പോകുന്നത് മൈനസ് ആർ സൈൻ തീറ്റ ഐ പ്ലസ് ആർ കോസ് തീറ്റ ജെ, ഇതൊന്നുമില്ല. ഓക്കെ, സോ ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം ആർ ആർ പ്ലസ് ആർ തീറ്റ കാണാൻ വേണ്ടി ഐ ജെ കെ വരും. എന്തൊക്കെ വരും? കോസ് തീറ്റ സൈൻ തീറ്റ 1, ഇവിടെ വരുമ്പോഴോ മൈനസ് ആർ സൈൻ തീറ്റ, ഇവിടെ ആർ കോസ് തീറ്റ 0. ഓക്കെ, സോ കാണാം. സോ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഐ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു 0 വരുമ്പം ആർ കോസ് തീറ്റ വരും. ഇപ്പുറത്ത് മൈനസ് ജെ ഇൻറ്റു വരുമ്പോൾ വീണ്ടും പ്ലസ് ആർ സൈൻ തീറ്റ ജെ, പ്ലസ് അല്ലല്ലോ, ആദ്യത്തെ ഒരു മിനിറ്റ്, ആദ്യത്തെ ചെയ്യുമ്പോൾ ഐ ഇൻറ്റു, അപ്പോൾ മൈനസ് ആർ കോസ് തീറ്റ വരും, സോറി മൈനസ് ആർ കോസ് തീറ്റ വരും. അതുപോലെ തന്നെ മൈനസ് ജെ ഇൻറ്റു ജെ കൊടുക്കാൻ നേരത്ത് ഇത് പ്ലസ് ആർ സൈൻ തീറ്റ വരും. പക്ഷേ എന്നാലും ഇവിടെ നെഗറ്റീവ് പിന്നെ ഇവിടെ ഉണ്ടാവും, മൈനസ് ആർ സൈൻ തീറ്റ ആവും. ഓക്കെ, പ്ലസ് മൈനസ് ആർ സൈൻ തീറ്റ പ്ലസ് കെ ഇൻറ്റു എന്താ പറയുക, കോസ് സ്ക്വയർ തീറ്റ ആർ കോസ് സ്ക്വയർ തീറ്റ ഇപ്പോഴോ പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ വരും, അതായത് ബേസിക്കലി ആർ വരും. ഓക്കെ, സോ മൈനസ് ആർ കോസ് തീറ്റ ഐ മൈനസ് ആർ സൈൻ തീറ്റ ജെ പ്ലസ് ആർ കെ. ഓക്കെ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ താഴെ നിട്ടോണം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ മോഡുലസ് കാണും. മോഡുലസ് പറയുമ്പോൾ റൂട്ട് ഓഫ് എന്ത് വരും? ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ വരും, അതായത് ഇത് ആർ സ്ക്വയർ തന്നെയാണ്. സോ ബേസിക്കലി റൂട്ട് ഓഫ് 2 ആർ സ്ക്വയർ വരും, റൂട്ട് 2 ഇൻറ്റു ആർ വരും. ഓക്കെ, സോ ഇത് അപ്പോൾ ഇതിനോട് അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്തായി മാറിയപ്പം ബേസിക്കലി ഇവിടെ ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് 2 ആർ ഡി ആർ ഡി തീറ്റ ആവും. അതുപോലെ ആറിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 1 ആണ്, തീറ്റയുടെ വേരിയേഷൻ 0 to 2π ആണ്. സോ സാധാരണ രീതിയിൽ റൂട്ട് പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ 0 to 2π ആണ്. ആറിൻ്റെ ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ബൈ 2 ഇൻ ദ ലിമിറ്റ് 0 to 1 ഡി ആർ ഡി തീറ്റ ആവും. സോ അതെന്താ 1/2 വരും. സോ 1/2 കൊണ്ട് പുറത്ത് റൂട്ട് കിടപ്പുണ്ട്. ഇൻ്റഗ്രൽ 0 to 2π ഡി തീറ്റ വരും. സോ ദാറ്റ് ഇസ് ആക്ച്വലി ഈക്വൽ ടു 2π റൂട്ട് 2/2 വരും, അല്ലെങ്കിൽ പൈ റൂട്ട് 2 വരും. സോ ദിസ് ഈസ് ഹൗ യു ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് എ കോൺ. എളുപ്പമല്ലേ? ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റാൻഡേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ആണ്. സോ ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് എ. സോ ഇത് ഒരുപാട് എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. കാര്യം കാൽക്കുലേഷൻ ഒക്കെ സിമ്പിളാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. സോ ആർന്ന് നമുക്കിവിടെ ബേസിക്കലി എക്സ് എന്ന് പറഞ്ഞാൽ ആർന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എ സൈൻ ഫൈ കോസ് തീറ്റ ഐ ആണ്. അതുപോലെ തന്നെ അടുത്തത് വൈ എന്ന് പറയുമ്പോൾ എ സൈൻ ഫൈ സൈൻ തീറ്റ ജെ ആണ്, പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ എ കോസ് ഫൈ കെ ആണ്. ഓക്കെ, രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ഇവിടെ ഫൈ എന്ന് പറഞ്ഞാൽ 0 ലെസ് ആർ ഈക്വൽ ടു 5 ലെസ് ആർ ഈക്വൽ ടു പൈ ആണ്. നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് പഠിച്ചാണ്. 0 ലെസ് ആർ ഈക്വൽ ടു തീറ്റ ലെസ് ആർ ഈക്വൽ ടു 2π ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ വേണം? R5 വേണം. R5 എന്ന് പറയുമ്പോൾ എന്താ വരിക? എ കോസ് ഫൈ കോസ് തീറ്റ ഐ പ്ലസ് മറ്റത് എ കോസ് ഫൈ സൈൻ തീറ്റ ജെ മൈനസ് എ സൈൻ ഫൈ കെ. ഓക്കെ, ആർ തീറ്റ എന്ന് പറയുമ്പോഴോ എ സൈൻ ഫൈ മൈനസ് സൈൻ തീറ്റ ഐ അല്ലേ, പുറത്ത് വരുമ്പോൾ പ്ലസ് എ സൈൻ ഫൈ കോസ് തീറ്റ ജെ, പിന്നെയുള്ള ഒന്നുമില്ല, 0. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? R5 ക്രോസ് ആർ തീറ്റ കാണണം. ഓക്കെ, സോ R5 ക്രോസ് ആർ തീറ്റ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഐ ജെ കെ വരും. ഐയുടെ പോലത്തുള്ളത് എ കോസ് ഫൈ കോസ് തീറ്റ, ഇവിടെ മൈനസ് എ സൈൻ ഫൈ സൈൻ തീറ്റ. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ പറയണേ. എ കോസ് ഫൈ സൈൻ തീറ്റ എ സൈൻ ഫൈ കോസ് തീറ്റ അല്ലേ, മൈനസ് എ സൈൻ ഫൈ 0. ശരിയാണെന്ന് വിശ്വസിക്കുന്നു. നോക്കിട്ടെ. എ കോസ് ഫൈ കോസ് തീറ്റ എ കോസ് ഫൈ സൈൻ തീറ്റ മൈനസ് എ സൈൻ ഫൈ മൈനസ് എ സൈൻ ഫൈ സൈൻ തീറ്റ എ സൈൻ ഫൈ കോസ് തീറ്റ 0. ഓക്കെ, സോ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ വരും? ഐ ഇൻറ്റു ഐയുടെ കൂടെ വരുന്ന ഏതൊക്കെയാണ്? ഇത് വരുമ്പം മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ
കോസ് തീറ്റ മൈനസ് വരില്ല പ്ലസ് വരും കാരണം തിരിച്ചു പ്ലസ് ആവും അല്ലേ. എ സ്ക്വയർ സൈൻ സ്ക്വയർ 5 കോസ് തീറ്റ മൈനസ് ജെ ഇൻറ്റു ജെയുടെ കൂടെ വരുമ്പോഴും തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് വരും അല്ല, പ്ലസ് അല്ല വീണ്ടും മൈനസ് ആവും. അപ്പോൾ ജെയുടെ കൂടെ വരുമ്പോൾ നിങ്ങളുടെ കളയുമ്പോൾ വിസിറ്റിൽ വരാൻ പോകുന്നത് മൈനസ് വരും. സോ മൈനസ് ഈ മൈനസും കൂടെ പ്ലസ് ആവും. സോ വരാവുന്നത് എ സ്ക്വയർ സൈൻ സ്ക്വയർ 5 സൈൻ തീറ്റ ശരിയാണോ? എ സ്ക്വയർ സൈൻ സ്ക്വയർ 5 എ സ്ക്വയർ സൈൻ സ്ക്വയർ 5 സൈൻ തീറ്റ ശരിയാണെന്ന് തോന്നുന്നു. പ്ലസ് കെ ഇൻറ്റു വരുമ്പം എ സ്ക്വയർ എന്തൊക്കെയാ സൈൻ 5 കോസ് 5 കോസ് സ്ക്വയർ തീറ്റ മൈനസ് പ്ലസ് ആവും. സോ എ സ്ക്വയർ സൈൻ 5 കോസ് 5 സൈൻ സ്ക്വയർ തീറ്റ എ സ്ക്വയർ സൈൻ 5 കോസ് 5 സൈൻ സ്ക്വയർ തീറ്റ. അത് ഇവിടെ എ സ്ക്വയർ സൈൻ 5 കോസ് 5 പുറത്തേക്ക് എടുത്താൽ സൈൻ സ്ക്വയർ പ്ലസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആവും. അതായത് ഇത് ആക്ച്വലി വരാൻ പോകുന്നത് ഓക്കെ ശ്രദ്ധിച്ചു എ സ്ക്വയർ സൈൻ സ്ക്വയർ 5 കോസ് തീറ്റ ആയി ശരിയാണോ? പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ 5 സൈൻ തീറ്റ ജെ അടുത്ത് പ്ലസ് എ സ്ക്വയർ സൈൻ 5 കോസ് 5 എ ആവും. ഓക്കെ ഓക്കെ സോ ഇതിൻ്റെ ഇനി നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് മോഡുലസ് കാണണം. സോ അതൊക്കെ നല്ല ഹെവി വർക്കാണ്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുക. മോഡുലസ് കാണാൻ നേരത്ത് എന്താ പറയുക, എല്ലാവരും ചെയ്ത് നോക്കിയേ. എന്തൊരു റൂട്ട് ഓഫ് എ റേസ് ടു 4 സൈൻ റേസ് ടു 4 5 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ റേസ് ടു 4 സൈൻ റേസ് ടു 4 5 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എ റേസ് ടു 4 സൈൻ സ്ക്വയർ 5 കോസ് സ്ക്വയർ 5. ഓക്കെ കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ക്ലബ് ചെയ്യുകയാണെങ്കിൽ സൈൻ എ റേസ് ടു 4 സൈൻ സ്ക്വയർ റേസ് ടു 4 പുറത്തേക്ക് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വരും. സോ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എ റേസ് ടു 4 സൈൻ റേസ് ടു 4 5 ആവും. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആവും. പ്ലസ് എ റേസ് ടു 4 സൈൻ സ്ക്വയർ 5 കോസ് സ്ക്വയർ 5 ആവും. ഇനി ഇവരിനകത്ത് നമുക്ക് എ റേസ് ടു 4ഉം സൈൻ സ്ക്വയർ 5ഉം പുറത്തേക്ക് എടുത്താൽ എ റേസ് ടു 4 സൈൻ സ്ക്വയർ 5 പുറത്തേക്ക് എടുത്താൽ ഇവിടെ സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 ആവും. അത് 1 ആവും. സോ ദിസ് ഇസ് ആക്ച്വലി എ സ്ക്വയർ സൈൻ 5 ആവും. ഓക്കെ സോ ഇവിടെ നമുക്ക് എടുക്കാമെന്ന് വെച്ചാൽ എ റേസ് ടു 4 സൈൻ സ്ക്വയർ 5 രണ്ട് സൈഡിൽ പുറത്ത് വെക്കുമ്പോൾ സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 ആവും. ജസ്റ്റ് എ സ്ക്വയർ സൈൻ 5 ആവും. ഓക്കെ സോ ഇതാണ് എൻ്റെ മോഡുലസ്. സോ നമുക്ക് ആ ഇൻ്റഗ്രൽ നോക്കാം ഇനി. സോ നമുക്ക് ആ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ഇൻ്റഗ്രൽ എ സ്ക്വയർ സൈൻ 5 അല്ലേ ഡി തീറ്റ ഡി 5 ഏത് ഓർഡറിൽ വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ ഡി തീറ്റ ആവുകയാണെങ്കിൽ ഞാൻ അത് ഡി തീറ്റയുടെ വേരിയേഷൻ 0 to 2π കൊടുക്കും. 5യുടെ വേരിയേഷൻ 0 to 5 കൊടുക്കും. എ സ്ക്വയർ സൈൻ 5 ഓക്കെ ശരിയാണല്ലോ. കോസ് ഓക്കെ ഓക്കെ സോ ആദ്യം വിത്ത് റെസ്പെക്ട് എ സ്ക്വയർ കോൺസ്റ്റന്റ് എ സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. ആദ്യം വിത്ത് റെസ്പെക്ട് ഡി തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് 2π എ സ്ക്വയർ വരും. പിന്നെയുള്ള ഇൻ്റഗ്രൽ 0 to 5 സൈൻ 5 ഡി 5 ആണ്. സോ ദാറ്റ് ഇസ് 2π എ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ 5 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് 5 ഇൻ ദ ലിമിറ്റ്സ് 0 to 5 ആണ്. മൈനസ് കോസ് 5 എന്ന് പറയുമ്പോൾ -1 വരും. കോസ് 5 1 ആണ്. സോ ബേസിക്കലി 2π എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് 0 എന്ന് പറയുമ്പം കോസ് 0 1 ആണ്. സോ ദാറ്റ് ഇസ് ആക്ച്വലി ലോവർ ലിമിറ്റ് വരുമ്പോൾ വീണ്ടും ഇത് +1 ആവും. കാര്യം എന്ന് വെച്ചാൽ ഇത് മൈനസ് കോസ് 5 എന്ന് പറയുമ്പോൾ -1 വരും. മൈനസ് ഓഫ് -1 വരും, +1 വരും. മൈനസ് കോസ് 0 എന്ന് പറയുമ്പോൾ കോസ് 0 1 ആണ്. മൈനസ് കോസ് 0 -1 ആണ്. മൈനസ് ഓഫ് മൈനസ് കോസ് 0 എന്ന് പറയുമ്പോൾ 1 വരികയും. സോ വിൽ ബി ഗെറ്റിംഗ് 4π എ സ്ക്വയർ. ഓക്കെ സോ സ്പിയറിൻ്റെ സർഫസ് ഏരിയ ഇപ്പം കിട്ടി 4π. അത് ശരിയാണ്. സർഫസ് ഏരിയയുടെ ഫോർമുല 4π എ സ്ക്വയർ ആണ്. ഓക്കെ സോ ദാറ്റ് ഇസ് ക്ലിയർ. സോ സ്പിയറിൻ്റെ സർഫസ് ഏരിയ നിങ്ങൾക്ക് കിട്ടി 4π എ സ്ക്വയർ. ഓക്കെ ഇനി അടുത്തത് ഇനി അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സാധനം ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എഫ് സംതിങ് ഉണ്ടെങ്കിൽ അതിനകത്ത് പാരാമീറ്റർ എക്സിൻ്റെ വൈയുടെ ഇസഡിൻ്റെ പാരാമീറ്റർ വാല്യൂസ് കൊടുക്കുക. പിന്നെ ഈ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ
ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ദിസ് ഓവർ ദ കോൺ ഇസഡ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 0 ലെസ് ഓർ ഈക്വൽ ഇസഡ് ലെസ് ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്തതാണ് ഇതേ ടൈപ്പ് പ്രോബ്ലം. സോ ബേസിക്കലി നമുക്ക് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എസ് ആ കാണുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി കോണിൻ്റെ പാരാമീറ്ററൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയറിൻ്റെ കോണിൻ്റെ പാരാമീറ്ററൈസേഷനകത്ത് ഉണ്ടായിരുന്ന ഏതാണ് നമ്മൾ കോൺ എങ്ങനെ എഴുതിയത്? ആർ ഈസ് ഈക്വൽ ടു ആ ക്യാപിറ്റൽ ആർ ക്രോസ് ആർ തീറ്റ അല്ലേ, ഡി ആർ ഡി തീറ്റ കൊടുക്കണം. ഈ എക്സിൻ്റെ വാല്യൂ ആ പാരാമീറ്ററൈസേഷനിൽ കൊടുക്കണം. ഓക്കെ, സോ കോൺ നമുക്ക് എഴുതുന്നത് എങ്ങനെയാണ്? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നപ്പോൾ നമുക്ക് എങ്ങനെയാണ് എക്സ് എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ ഐ പ്ലസ് ആർ സൈൻ തീറ്റ ജെ പ്ലസ് ആർ കെ എന്നാണ് കോണിന് എഴുതിയത്. ഓക്കെ, സോ ഇത് നമ്മൾ ആർ ക്യാപിറ്റൽ ആർ എന്ന് വിളിക്കാം. അപ്പം ഇത് ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് വരാൻ പോകുന്നത് ഇതിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താ വേണം? ആർ വേണം, ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അതുപോലെ ആർ തീറ്റ വേണം. ഓക്കെ, സോ അത് ചെയ്ത് എടുക്കുക. പിന്നെ അത് ഇൻറ്റഗ്രൽ വരാൻ നേരത്തെ എക്സ് സ്ക്വയറിൻ്റെ അവിടെ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയും കൂടെ വരും. അതുപോലെ ഇവിടെ ആറിൻ്റെ വേരിയേഷൻ ഇസ് ഫ്രം 0 to 1, തീറ്റയുടെ വേരിയേഷൻ ഇസ് ഫ്രം 0 to 2π. എന്നിട്ട് ഇവിടെ ഡി ആർ ഡി തീറ്റ വരും. ഈ നമ്മളിവിടെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി ചെയ്താൽ ഞാൻ വേണമെങ്കിൽ അത് ഒന്ന് ബാക്കിലേക്ക് എടുക്കണം, വീണ്ടും ഞാൻ ചെയ്യുന്നില്ല. അത് നമ്മൾ ആർ ക്രോസ് ആർ ചെയ്തപ്പം നമുക്കിവിടെ കിട്ടിയത് ആർ കെ ഒന്നുണ്ടായിരുന്നു, റൂട്ട് ആർ ആണെന്ന് തോന്നുന്നു. എനിക്ക് കിട്ടി, എനിക്ക് ഓർമ്മയില്ല, റൂട്ട് ആർ ആണെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് ആ മോഡുലസ് എടുത്തപ്പോൾ കിട്ടിയത്. സോ റൂട്ട് ആർ. സോ ആ റൂട്ട് ആർ ഡയറക്റ്റായിട്ട് ക്യാരി ഓവർ ചെയ്യണം. നമുക്ക് അതൊന്നും കൂടെ നമുക്ക് റെഫർ ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, സോ ഇൻറ്റു റൂട്ട് ടു ആർ വരും. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ഇറ്റ് ഈസിലി. ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ റൂട്ട്. സോ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി റൂട്ട് ടു പുറത്തേക്ക് എടുക്കാം. പിന്നുള്ള ആർ ക്യൂബ് ആണ്. സോ ദാറ്റ് ഇസ് ആക്ച്വലി എന്താ ഒരു ആർ ക്യൂബ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ആർ റേസ് ടു 4/4 വരും. ഇൻ ദ ലിമിറ്റ് 0 to 2π. പിന്നെ 0 to 1 ഡി തീറ്റ വരും. അത് ഇൻറ്റു ഒരു കോസ് സ്ക്വയർ തീറ്റയും കൂടെ കിടപ്പുണ്ട്, ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. സോ ദാറ്റ് ഇസ് ആക്ച്വലി കോസ് സ്ക്വയർ തീറ്റ വിത്ത് റെസ്പെക്ട് ആർ ചെയ്യുമ്പോൾ ആർ ക്യൂബ് ആർ റേസ് ടു 4/4 വരും. റൂട്ട് ഞാൻ പുറത്തെടുത്ത് കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. സോ ദാറ്റ് ഇസ് ആക്ച്വലി എന്ത് വരും? റൂട്ട് 2/4 ഇൻറ്റഗ്രൽ 0 to 2π കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റയാണ്. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ് സ്ക്വയർ തീറ്റ നമ്മൾ എങ്ങനെ വിളിക്കും? റൂട്ട് 2/4 0 to 2π നമ്മൾ വേണമെങ്കിൽ 1 പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ഡി തീറ്റ വിളിക്കും. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി കുറേ സീരീസിലൊക്കെ ഇതുപോലത്തെ കുറേ ഇൻറ്റഗ്രേഷൻസ് നമ്മൾ ചെയ്തതാണ്. 1/2 ഇൻറ്റഗ്രൽ 1/2 ഇൻറ്റു 2π വരും. കോസ് തീറ്റയുടെ ഇൻറ്റഗ്രൽ 0 to 2π വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫുൾ പീരീഡ് കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി 0 ആകും. സോ ദിസ് ഇസ് ആക്ച്വലി പൈ റൂട്ട് 2/4. ഓക്കെ, സോ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ സാധാരണ രീതിയിലുള്ള കമ്പ്യൂട്ടേഷൻ ക്ലിയർ അല്ലേ? ഇനി ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് ദ എഫ് ഈസ് ഈക്വൽ ടു വൈ ഇസഡ്. ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. ഫ്ലക്സിൻ്റെ ഫോർമുല ഓർമ്മയുണ്ട്, എഫ് ഡോട്ട് എൻ ഡി സിഗ്മയാണ്. ഡി സിഗ്മ എന്ന് പറയുന്നത് ഡി എസ് തന്നെയാണ്. സോ അവിടെ ഫോർമുല വരും. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർഫസിനോടുള്ള നോർമൽ വെക്ടറാണ്. ഓക്കെ, സോ ഇവിടെ ഫ്ലക്സ് എഫ് തന്നിട്ടുണ്ട്. എഫ് തരുമ്പോൾ എന്താ പാരാമീറ്ററൈസ്ഡ് ഫോം ആക്കുമ്പോൾ വൈ ഇസഡിനൊക്കെ വാല്യൂസ് കൊടുക്കണം കേട്ടോ. വൈ ഇസഡ് ഐ ഈസ് ഈക്വൽ എക്സ് ജെ മൈനസ് എക്സ് സ്ക്വയർ ഔട്ട്വേർഡ് ത്രൂ ദ പരാബോളിക് സിലിണ്ടർ. വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. പാരാമീറ്ററൈസേഷൻ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. 0 ലെസ് ആർ ഈക്വൽ ടു ഇസഡ് ലെസ് ആർ ഈക്വൽ ടു 4. ഓക്കെ, സോ എന്താ ഈ പരാബോളിക് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ? സിലിണ്ടർ എന്ന് പറഞ്ഞാൽ സർക്കിൾ എടുത്തിട്ട് 3 ഡയമെൻഷനിൽ വേരി ചെയ്യുന്നതാണ് സാധാരണ സിലിണ്ടർ. പരാബോളിക് എന്ന് പറഞ്ഞാൽ പരാബോള എടുത്തിട്ട് 3 ഡയമെൻഷനിൽ വേരി ചെയ്യുന്നതാണ് പരാബോളിക് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇവിടുത്തെ പരാബോള ഉണ്ടല്ലോ, വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പാണ്? ഈ ടൈപ്പ് 0 ലെസ് ആർ ഈക്വൽ ടു എക്സ്. സോ ബൈസിക്കൽ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈ ടൈപ്പ് സാധനമാണ്. സോ അതിനകത്ത് 0 ലെസ് ആർ ഈക്വൽ ടു എക്സ് വൺ ഈക്വൽ വന്നുകൊണ്ട് ഇത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇതിനെ നമ്മൾ 3 ഡയമെൻഷനിൽ വേരി ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് പരാബോളിക് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഇതാണ് ഷേപ്പ്. ആ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ 3 ഡയമെൻഷനിൽ വേരി ചെയ്ത് കിട്ടുന്നതിന് പറയാം. പിന്നെ അത് എൻ എന്ന് പറഞ്ഞാൽ അതിനോട് നോർമലായിട്ടുള്ള സാധനം. ഓക്കെ, ഇനി അതിൻ്റെ ആ പാരാമെട്രിക് ഫോമിലാക്കാൻ വേണ്ടി പാരാമീറ്ററൈസേഷൻ ചെയ്യാൻ പോവാണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ എക്സ് ആയിട്ട് തന്നെ വിളിച്ചോ. വൈ അപ്പോൾ എന്താവും? എക്സ് സ്ക്വയർ ആവും. ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഇസഡ് വേരി ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇസഡ് തന്നെ ആയിരിക്കും. ഇപ്പോൾ 2 പാരാമീറ്റേഴ്സേ ഉള്ളൂ, എക്സ് ഇസ് ഈക്വൽ ടു എക്സും ഇസഡും. 2 പാരാമീറ്റേഴ്സ് ഇവിടെ ഉള്ളൂ. കാരണം വെച്ചാൽ എക്സിനെ എക്സ് എന്ന് വിളിച്ചാൽ വൈ എക്സ് സ്ക്വയർ ആയി.
അല്ല ഇസഡ് കൂടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇസഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വേരി അപ്ലൈൻസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇസഡിനെ ഇസഡ് ആയിട്ടുണ്ട് വിളിക്കുക. അപ്പോൾ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിളിക്കുക? എക്സ് ഐ പ്ലസ് എക്സ് സ്ക്വയർ ജെ പ്ലസ് ഇസഡ് കെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ആർ എക്സ് ക്രോസ് ആർ ഇസഡിൻ്റെ മോഡുലസ് വേണം. ഓക്കെ, സോ എഫ് അതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഫിനകത്തെ ഇത് പാരാമീറ്റേഴ്സ് കൊടുക്കും. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഇസഡ് ഐ പ്ലസ് എക്സ് ജെ മൈനസ് ഇസഡ് സ്ക്വയർ കെ ആണ്. സോ ഇതിനകത്ത് പാരാമീറ്റേഴ്സ് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ ഇസഡ്, അത് തന്നെ ഇസഡ് ഐ പ്ലസ് എക്സ് ജെ മൈനസ് ഇസഡ് സ്ക്വയർ കെ. ഇതാണ് എഫ്. അപ്പോൾ എഫ് കിട്ടി. ഇത് കിട്ടാൻ വേണ്ടി ആർ എക്സ് കാണാം. ആർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എക്സ് എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് 2xj പ്ലസ് 0k ആണ്. ആർ ഇസഡ് എന്ന് പറഞ്ഞാൽ 0i പ്ലസ് 0j പ്ലസ് കെ വരും. ആർ എക്സ് ക്രോസസ് ആർ ഇസഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഐ ജെ കെ 1 2x 0 0 0 1. ഓക്കെ, എളുപ്പമാണ്. സോ ക്രോസ് പ്രൊഡക്റ്റ് കാണുമ്പോൾ ഐ ഇൻറ്റു 2x ഇല്ല, മൈനസ് ജെ ഇൻറ്റു അഗെയിൻ ഐ ഇൻറ്റു 2x മൈനസ് ജെ ഇൻറ്റു 1 വരും, പ്ലസ് കെ ഇൻറ്റു 2 സീറോ ആയിപ്പോകും അല്ലേ, ജെ ഇൻറ്റു 1. ഓക്കെ, സോ ഇതാണ് ആർ എക്സ് ക്രോസ് ആർ ഇസഡ്. ഇനി ഇതിൻ്റെ റൂട്ട് കാണുമ്പോൾ 4x സ്ക്വയർ പ്ലസ് 1. സോ ഇതാണ് അതിൻ്റെ മോഡ്, റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 1. ഓക്കെ, സോ എഫ് കിട്ടി. ആർ എക്സ് ക്രോസ് ആർ ഇസഡ് കൂടി എൻ വേണം. എൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇതിനോടുള്ള നോർമൽ വെക്ടറാണ്. നോർമൽ വെക്ടർ എങ്ങനെ നമ്മൾ എടുക്കുന്നത്? ഡെൽ എഫ്. ഇവിടെ ഡെൽ എഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഡെൽ എഫ് ഏതുകൊണ്ടെങ്കിലും എടുക്കാം. വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഞാനിപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0 ആണ് സർഫസ് എന്ന് വിചാരിക്കും. തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, സൈൻ മാറുന്നു മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇഷ്ടമുള്ള കൺവെൻഷൻ പ്രകാരം എടുക്കാം. സോ ഇതാണ് എഫിൻ്റെ സാധാരണയുള്ള ഇക്വേഷൻ. ഇനി അതിൻ്റെ ഡെൽ എഫ് എന്ന് പറയുമ്പോൾ 2xi, കഴിഞ്ഞ സെക്ഷൻ ചെയ്താണ്, 2xi മൈനസ് ജെ വരും, പ്ലസ് കെ ഇല്ല, ഒന്നുമില്ല. സോ ഇതാണ് അതിൻ്റെ ഡെൽ എഫ്. സോ യൂണിറ്റ് വെക്ടർ ആകുമ്പോൾ ബേസിക്കലി ഇതിനെ ഡിവൈഡ് ബൈ ഇറ്റ്സ് മോഡുലസ് ആയിരിക്കണം. സോ ബേസിക്കലി മോഡുലസ് ഡിവൈഡ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആയി. എന്തൊക്കെയാണ്? സോ എഫ് ഡോട്ട് ഈസ് ആണ്. സോ എഫ് നമ്മുടെ ഇൻ്റഗ്രൽ പറഞ്ഞാൽ എഫ് ഡോട്ട് എൻ ഡി സിഗ്മയാണ്. സോ എഫ് ഉണ്ട്, എൻ ഉണ്ട്, അതുപോലെ ഡി സിഗ്മയ്ക്ക് പകരം ഇത് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇതെന്തൊക്കെ വരും? അപ്പം എഫ് ഡോട്ട് എൻ എടുക്കുമ്പം എന്തൊക്കെ വരാം? എഫ് ഡോട്ട് എൻ എത്ര വരും? ഐയുടെ കൂടെയുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതാണ്. സോ 2x ക്യൂബ് ഇസഡ് വരും അല്ല, ഐയുടെ കൂടെയുള്ള 2x ക്യൂബ് ഇസഡ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 1 വരും. അത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് എഴുതുക. 2x ക്യൂബ് ഇസഡ് മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എന്താണ് ഡി സിഗ്മ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 1. പിന്നെയുള്ളത് ഡി എക്സ് ഡി ഇസഡ് ആണ്. കാരണം അതാണ് പാരാമീറ്റേഴ്സ്. എന്നിട്ട് അവന്മാർക്ക് ലിമിറ്റ്സ് കൊടുക്കുക. എക്സിൻ്റെ വേരിയേഷൻ എന്താണ്? എക്സിൻ്റെ വേരിയേഷൻ തന്നിട്ടുണ്ടല്ലോ. എക്സിൻ്റെ വേരിയേഷൻ 0 to 1, ഇസഡിൻ്റെ വേരിയേഷൻ 0 to 4. സോ എക്സിൻ്റെ വേരിയേഷൻ 0 to 1, ഇസഡിൻ്റെ വേരിയേഷൻ 0 to 4. ഓക്കെ, സോ ഇതും വെട്ടിപ്പോവും. സോ മിച്ചമുള്ളത് സാധാരണ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ എന്താ? ഇൻറ്റഗ്രൽ 0 to 4 ഇൻറ്റഗ്രൽ 0 to 1 2x ക്യൂബ് ഇസഡ് മൈനസ് എക്സ് ഡി എക്സ് ഡി ഇസഡ് സാധാരണ ഇൻറ്റഗ്രേഷൻ ആണ്. ഇൻറ്റഗ്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എന്തൊരു? സോ ഇൻറ്റഗ്രൽ 0 to 4 2x raised to 4 by 4z minus x square by 2 in the limits 0 to 1 dz വരും. സോ എത്ര ഒരു ഇൻറ്റഗ്രൽ 0 to 4 1 കൊടുക്കാൻ നേരത്ത് z by 2 വരും അല്ലേ. z by 2 മൈനസ് 1 by 2 വരും. 0 കൊടുക്കുമ്പോൾ നമ്മൾ 0 വരും dz. അഗെയിൻ വീണ്ടും കിട്ടിയിരിക്കുമ്പോൾ ഇത് z സ്ക്വയർ ബൈ 4 minus 1 by 2 z in the limits 0 to 4 വരും. So that is 4 minus 4 by 2 2 വരും. So actually answer 2 ആണ്. ഓക്കെ, സോ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയുക. സോ ഇതാണ് നമ്മുടെ പാരാമെട്രിക് ഫോം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, താങ്ക് യു.